ിലേക്ക് സ്വാഗതം. അശ്വതി, ആവണി. ഇതിൽ ആരാണ് അശ്വതി, ആരാണ് ആവണി? ഞാൻ അശ്വതി. അശ്വതി, ആവണി. ഓക്കെ, അപ്പൊ ഇതാണ് പന്തളം സിസ്റ്റേഴ്സ്. അങ്ങനെയാണ് ഇവർ അറിയപ്പെടുന്നത്. ആൻഡ് നിങ്ങൾ ഈ ഒരു പേര് കിട്ടാൻ കാരണം നിങ്ങൾ ഒരുപാട് പെർഫോമൻസുകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ആളുകൾ ഇട്ട് തന്ന പേരാണോ? ഞങ്ങള് കൂടുതലും രണ്ടുപേരോട് ഒരുമിച്ചാണ് പാട്ട് പാടാറുള്ളത്. അപ്പൊ അങ്ങനെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ അവര് തന്നെ അനൗൺസ് ചെയ്യും പന്തളം സിസ്റ്റേഴ്സ് എന്ന്. അപ്പൊ അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ പേരാണ്. ആൻഡ് ഒരാള് തബലയും ഒരാള് പാട്ടും, അങ്ങനെയാണ് ഇവർ ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് അല്ലേ? അത് ഇതിനു മുമ്പ് ഒരുപാട് സ്റ്റേജിൽ ചെയ്ത പെർഫോമൻസുകളാണോ ഈ തബല മ്യൂസിക് കോംബോ? തബല മ്യൂസിക് കോംബോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മെയിൻ പ്രോഗ്രാം ആയിട്ട് ഫസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇപ്പോ ഈ റെഡ് കാർപ്പറ്റിലാണ് ചെയ്യുന്നത്. ഓ, താങ്ക് യു. അടിപൊളി. നിങ്ങൾ പാട്ടുകളാണ് ഒരുമിച്ച് പാടണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് വേണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു രണ്ടുപേരും പാട്ട് റെഡി? തീർച്ചയായും. യെസ്. செல 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 ரெட்டை கிழவி தக 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 ரெட்டை கிழவி உண்டல்லோ தமிழில் உண்டல்லோ பிரித்து வைத்தால் நாயும் இல்லை பிரித்து பார்த்தால் பொருளும் இல்லை ரெண்டல்லோ ரெண்டும் ஒன்றல்லோ தினக்கு தினக்கு தினதில்லில்ல நான் நகுதானே நுகர்தானே தினகும் தினக்கு தினக்கு தினதில்லில்ல நான் நகுதானே நுகர்தானே தினகும் இரவும் பகலும் வந்தாலும் நாள் என்பது உண்டல்லோ கால்கள் இரண்டு ரெண்டாலும் பயணம் என்பது உண்டல்லோ இதயம் இரண்டு கொண்டாலும் காதல் என்பது ஒன்றல்லோ கண்ணோடு காண்பதெல்லாம் தலைவா கண்களுக்கு சொந்தமில்லை கண்களுக்கு சொந்தமில்லை கண்ணோடு மணியானா எதனால் கண்ணை விட்டு பிரிவதில்லை என்னை விட்டு பிரிவதில்லை தக்ரு 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 திம் தக்ரு 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 திம் தக்ரு 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 திம் தகஜம் தக்ரு 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 திம் தக்ரு 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 திம் தக்ரு 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 திம் தகஜம். ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ ഒരു ഉള്ളിൽ ഒരു എനർജി വരികയാണ്. നല്ല നല്ല വോയിസ് ആണ് നിങ്ങൾ രണ്ടുപേരും. അതിങ്ങനെ കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. ആൻഡ് ആവണി എന്തോ വളരെ ചെറിയ പ്രായത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തുടങ്ങി എന്നൊക്കെ കേട്ടു. അത് ആക്ച്വലി ഞാനല്ല തുടങ്ങിയത്. അച്ഛൻ നല്ലൊരു തബലിസ്റ്റ് ആണ്. അപ്പം അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മ്യൂസിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ 10 വർഷം മുന്നേ അച്ഛനൊരു മ്യൂസിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ അത് ഞങ്ങൾ 3 പേരും കൂടെ കൊണ്ടുപോകുന്നു. മൂന്നാമത്തെ ആൾ ആരാണ്? അച്ഛൻ. അങ്ങനെ അച്ഛനാണ് മെയിൻ സപ്പോർട്ട്. ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. 3 പേരും കൂടി കൊണ്ടുപോകും. അപ്പൊ അവിടെ എല്ലാം പഠിപ്പിക്കും, അതായത് പാട്ട്, മൃദംഗം, എല്ലാ ഇൻസ്ട്രുമെന്റ്സും വോക്കൽ എല്ലാം ഉണ്ട്. പഠിപ്പിക്കുന്നതെല്ലാം നിങ്ങളും പഠിപ്പിക്കുന്നത് നമ്മൾ ആദ്യം എല്ലാത്തിനും ഓരോ ടീച്ചേഴ്സ് ആയിരുന്നു ഉള്ളത്. പിന്നെ ഇപ്പൊ കോവിഡിന് ശേഷം ഇപ്പം എല്ലാ ഇൻസ്ട്രുമെന്റ്സും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ അശ്വതിയും ക്ലാസ് എടുക്കുന്നുണ്ട്. ശരി, എന്തായാലും നമുക്ക് ഇവരുടെ അച്ഛനെയും അമ്മയും ഒക്കെ പരിചയപ്പെടാം. അവർ രണ്ടുപേരും വന്നിട്ടുണ്ട് അല്ലേ? എല്ലാവരും വന്നിരിക്കുന്ന എല്ലാവരും പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ചേട്ടാ, പേര്? എന്റെ പേര് അജികുമാർ. അജികുമാർ. ആവണി എന്നാ എന്നെ അറിയപ്പെടുന്നത്. മോടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതൊരു വലിയൊരു ഭാഗ്യാണ് അല്ലേ, മകളുടെ പേരിൽ അറിയപ്പെടുക. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്, തബല ആർട്ടിസ്റ്റൂടാണ്. അപ്പൊ പ്രോഗ്രാമിന് പോയിട്ട് ഒരു ദിവസം വരുന്ന വഴിക്ക് എൻ്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടുണ്ട്, ലാൽ കൃഷ്ണ. അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ്. ചെറുപ്പത്തിലെ തൊട്ടേ ദാസേട്ടനെ കൊണ്ട് വരെ ആൽബം ചെയ്യിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അജിയണ്ണൻ തബല അറിയത്തില്ലേ, 4 പിള്ളേർക്ക് ക്ലാസ് എടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയാണ് ഈ മ്യൂസിക് അക്കാഡമി ഇങ്ങനെ നന്നായി പോകുന്നത്. അപ്പൊ എന്തായാലും അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ അങ്ങനെ ഒരു പിന്നെ എന്റെ അല്ല, നമ്മുടെ സ്ഥാപനത്തില് എന്റെ കൂടെ വന്നിരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റാണ്, തബല ആർട്ടിസ്റ്റാണ്. മൈക്ക് കൊടുത്തോളൂ, പേര് പറഞ്ഞോളൂ. ഫാമിലി ഫ്രണ്ടോട് കൂടിയാണ്. പേര് പറഞ്ഞോളൂ. എന്റെ പേര് വിജയകുമാർ, പന്തളം വിജയകുമാർ എന്നാണ് എന്റെ നിക്ക് നെയിം. അത് ശരി. ഞാന് ഒരു കലാകുടുംബത്തിൽ തന്നെ, അച്ഛൻ ആർട്ടിസ്റ്റ്, മൃദംഗിസ്റ്റ് എന്ന നിലയിലൊക്കെയുള്ള പന്തളം രാവദാസ് എന്ന് അറിയപ്പെടുന്ന ഒരാളായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. 35-36 വർഷം കഴിഞ്ഞു. അച്ഛൻ്റെ പാത പിന്തുടർന്ന് ഈ രംഗത്തേക്ക് വരികയും മാവേലിക്കര രവേർമയിൽ നിന്ന് ഞാൻ ചിത്രകലയിൽ ഡിപ്ലോമ കഴിയുകയും
ഞാൻ പിന്നെ സ്കൂൾ സർവീസിൽ ഗവൺമെൻറ് സ്കൂളിൽ പ്രവേശിക്കുകയും 84 സർവീസിൽ പ്രവേശിക്കുന്നത്. സർവീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്കൊരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് മേക്കപ്പ് വീണ്ടും ആ ഫീൽഡിലോട്ട് വരെ ഞാൻ ഇവിടെയാണ് എൻ്റെ ഒരു ഗ്രഹം, എൻ്റെ കുടുംബം. അമൃത TV ആണ് ഒരുപാട് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മയെ പരിചയപ്പെടാം. അമ്മയുടെ പേര്? എൻ്റെ പേര് ഷീജ. ഷീജ. അപ്പം ചേച്ചി ഹൗസ് വൈഫാണോ? അതെ. അപ്പം അച്ഛനും 2 മക്കളും ഇവര് ഒരു കലാകുടുംബമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവര് 3 പേരും അതങ്ങ് ഏറ്റെടുത്ത് ഗംഭീരമാക്കും അല്ലേ? പാട്ടും തബലയും ഒക്കെ ആയിട്ട്. ചേച്ചിക്ക് ഇതിലൊക്കെ ഇഷ്ടമാണ്, ഇതൊക്കെ നോക്കി നടത്താനും അതിന്റെ പുറകെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പാട്ട് പാടുവോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാട്ടൊന്നും പാടത്തില്ല, അവർക്ക് ഫുൾ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ടാണ്. ആ ഒരു മെന്റൽ സപ്പോർട്ടാണ് അമ്മയിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും താങ്ക് യു. എല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.